ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In all the pictures given below, O is the center of the circle and ABC are points on it. Calculate all angles of triangle ABC and triangle OBC in each. അപ്പോൾ നമുക്ക് 3 ഫിഗേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിലെന്തൊക്കെയുണ്ട്? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഒ ബി സിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആംഗിൾസും ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഫിഗറിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിത് എ ഒ കണക്ട് ചെയ്ത് വരച്ചു. അങ്ങനെ വരച്ച സമയത്ത് നമുക്ക് 3 ട്രയാങ്കിളായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിൽ ട്രയാങ്കിൾ എ ഒ ബിയും എ ഒ സിയും എന്താണ്? ഐസോസെൽസ് ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി എന്താണ്? both are isosceles ട്രയാങ്കിൾ. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതായത് ഐസോസെൽ ട്രയാങ്കിൾ എ ഒ ബിയുടെ ആംഗിൾ ബി 20യും ഐസോസെൽസ് ട്രയാങ്കിളായ ആംഗിൾ എ ഒ സിയുടെ ആംഗിൾ സി 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബി 20 ആണെങ്കിൽ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ ബി 20 ആണെങ്കിൽ എയും എന്തായിരിക്കും? എയും എന്തായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെയും 20 ഡിഗ്രി. അതുപോലെ ഐസോസെൽസ് ട്രയാങ്കിളായ ട്രയാങ്കിൾ എ ഒ സിയുടെ സി എന്ന ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എയും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ എ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി, അങ്ങനെ 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു സെൻറ്ററിലൂടെ കടന്നു പോകുന്ന കോഡിൽ നിന്ന് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ 2 മടങ്ങായിരിക്കും. അതായത് നമ്മൾ പഠിച്ചു ഇത് സി ആണെങ്കിൽ ഇത് ഹാഫ് സി ഡിഗ്രിയാണ്, ഇത് സി ഡിഗ്രി ആണെങ്കിൽ ഹാഫ് ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 2 മടങ്ങായിരിക്കും. ഇത് അങ്ങനെ എങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ഇൻറ്റു 2, ദാറ്റ് ഈസ് 100 ഡിഗ്രി. അവിടെ കിട്ടിയല്ലോ 100 ഡിഗ്രി അല്ലേ? 100 ഡിഗ്രിയാണ് ആംഗിൾ ഒ എന്ന് പറയുന്നത്. ഏത് ട്രയാങ്കിളിൻ്റെ? ഒ ബി സി അല്ലേ? ഏതിൻ്റെയാണിത്? ട്രയാങ്കിൾ ഒ ബി സിയുടെ ആംഗിൾ ഒ. അതാണ് ട്രയാങ്കിൾ ഒ ബി സിയുടെ ആംഗിൾ ഒയാണ് 100 ഡിഗ്രി. നമുക്കറിയാം സർക്കിൾ അല്ലേ? സർക്കിളിൻ്റെ ചുറ്റുമുള്ള ആംഗിൾസ് എത്രയായിരിക്കണം? 360 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഇവിടെ എത്രയാണ്? 40 ഉണ്ടല്ലേ? 40. അപ്പോൾ ട്രയാങ്കിൾ എ ഒ ബിയിൽ ആംഗിൾ ബിയും ആംഗിൾ എയും കണ്ടുപിടിച്ചു. 20 അല്ലേ? എങ്കിൽ ആംഗിൾ ഒ ട്രയാങ്കിൾ എ ഒ ബിയിൽ ആംഗിൾ ഒ എന്ന് പറയുന്നത് എത്രയാണ്? 140 ആണ്. ഇവിടെ എത്രയാണ്? 140. ഇനി ട്രയാങ്കിൾ എ ഒ സിയുടെ ആംഗിൾ ഒ എന്ന് പറയുന്നത് 60 കഴിഞ്ഞാൽ ഇവിടെ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിളാണ് ട്രയാങ്കിൾ ഒ ബി സി. ഇതും എന്ത് തന്നെയാണ്? ഐസോസെൽസ് ട്രയാങ്കിളാണ്. എന്താണ്? ഐസോസെൽസ് ട്രയാങ്കിൾ തന്നെയാണ് ഇത് ട്രയാങ്കിൾ ഒ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആംഗിളും എന്തായിരിക്കും? ഈക്വലായിരിക്കും. ഈ 2 ആംഗിളും ഈക്വലായിരിക്കും. ഇവിടെ എന്താണ്? 100 കിട്ടി. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അതിൽ 100 ഡിഗ്രി ഇവിടെ ഉണ്ട്. ബാക്കി എത്രയാണ്? 8 ഡിഗ്രി. 80 ഡിഗ്രിയെ
ഈക്വൽ ആക്കുമ്പോൾ അല്ല ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 40 ഡിഗ്രി കിട്ടും. ഇവിടെയും 40 ഡിഗ്രി കിട്ടും. 40 ഡിഗ്രി കിട്ടും. അപ്പോൾ എന്തെഴുതാം? ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾ ഒ 100 ഡിഗ്രി, ആംഗിൾ ബി എന്ന് പറയുന്ന 40 ഡിഗ്രി, ആംഗിൾ സി എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഇപ്പോൾ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അല്ലേ, അതായത് സെൻറ്ററിൻ്റെ ചുറ്റുമുള്ള ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 360 കിട്ടണം. നോക്കാം 360 ഉണ്ടോ എന്ന്. 100 100 100 300 340 360. ഓക്കെ ആയില്ലേ? വളരെ എളുപ്പമാണല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കണേ. ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി, അതായത് ബി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെയാണത്? ആംഗിൾ എ ഒ സിയുടെ ഹാഫാണ് ആംഗിൾ എ ബി സി, ഡിവൈഡ് ബൈ 2, അതായത് 20 ഡിഗ്രി. അതായത് ആംഗിൾ എ ഒ സിയുടെ ഹാഫാണ് ആംഗിൾ എ ബി സി. അപ്പോൾ അത് കിട്ടി. അടുത്ത് നമുക്ക് തന്നിട്ടുള്ളത് സി ഒ ബി, ആംഗിൾ സി ഒ ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എ ഒ, ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് ഏതിൻ്റെ ഹാഫാണ്? സി ഒ ബിയുടെ ഹാഫാണ് ആംഗിൾ സി എ ബി. ആംഗിൾ സി ഒ ബിയുടെ ഹാഫാണ് ആംഗിൾ സി എ ബി, അതായത് 35 ഡിഗ്രി. 35 ഡിഗ്രി. അപ്പോൾ ഇതെന്താണ്? 35 ഡിഗ്രി 35 ഡിഗ്രിയാണ് ആംഗിൾ സി എ ബി. ഇനി ആംഗിൾ എ ഒ ബി, ആംഗിൾ എ ഒ ബി നമുക്കറിയാം എത്രയാണത്? ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 40 + 70, 40 + 70, ദാറ്റ് ഈസ് 110 ഡിഗ്രിയാണ്. എ സി ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്? 180 - 110 ഡിഗ്രി ഡിവൈഡ് ബൈ 2 അല്ലേ? നമ്മളിത് പഠിച്ചായിരുന്നു. എങ്ങനെയാണ്? 180 ഡിഗ്രി മൈനസ് ഹാഫ് സി ഡിഗ്രി അല്ലേ? ഹാഫ് സി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 180 ഡിഗ്രി മൈനസ് ഹാഫ് 110 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ഡിഗ്രി. 55 ഡിഗ്രി കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 125 ഡിഗ്രി. അപ്പോൾ ഇതെന്താണ്? 125 ഡിഗ്രിയാണ്. 125 ഡിഗ്രിയാണ് ഈ ആംഗിളിൻ്റെ മെഷർ. അതായത് എ സി ബി എന്ന് പറയുന്ന ആംഗിളിന് 125 ഡിഗ്രി. കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ? ഏതാണ് ഇക്വേഷൻ? 180 ഡിഗ്രി മൈനസ് ഹാഫ് സി. അതായത് നമ്മുടെ 180 ഡിഗ്രി മൈനസിൽ നിന്ന് ഹാഫ് സി, അതായത് നമ്മുടെ സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് എടുത്ത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 125 ഡിഗ്രി കിട്ടുന്നത്. സിയും ആംഗിൾ ബിയും കാണണം. ഇതിൽ ഈ ട്രയാങ്കിൾ ഒ സി ബി എന്ന് പറയുന്നത് ഒരു ഐസോസെൽസ് ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ ഒ സി ബിയുടെ ഒ അറിയാം, 70 ഡിഗ്രി. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിൾ ആയാലും അതിൻ്റെ 3 ആംഗിൾസ് കൂടി ചേരുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 180യിൽ നിന്ന് 70 മൈനസ് ചെയ്യുക, അതിൻ്റെ ഹാഫ് എടുക്കുക, അതായത് 110 ഡിവൈഡ് ബൈ 2. അതായത് ഐസോസെൽസ് ട്രയാങ്കിളിൽ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഒരു ആംഗിൾ മാത്രം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 70 ഡിഗ്രി. അപ്പോൾ ഈ 2 ആംഗിൾസ് എന്താണ്? ഈക്വലാണ്. അതുകൊണ്ടാണ് നമ്മൾ 180യിൽ നിന്ന് 70 കുറച്ചിട്ട് കിട്ടുന്ന 110നെ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഹാഫ് കണ്ടുപിടിക്കും. അപ്പോൾ 55 ഡിഗ്രി ആൻഡ് 55 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ട്രയാങ്കിൾ ഒ ബി സി മൊത്തത്തിൽ എത്ര വേണം? 180 ഡിഗ്രി വേണം. ആംഗിൾ ഒ 70 ഡിഗ്രി. അത് നമുക്ക് ആൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്. ആംഗിൾ സി കണ്ടുപിടിച്ച് 55 ഡിഗ്രി, ആംഗിൾ ബി 55 ഡിഗ്രി എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും.
വളരെ എളുപ്പത്തിലാണ് കണ്ടുപിടിക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, വീട്ടിലിരുന്ന് നന്നായിട്ട് ചെയ്ത് പഠിക്കുക.